നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിദഗ്ധ ചികിത്സ തേടാതെ വീട്ടിൽ പ്രസവത്തിന് ശ്രമിച്ചതിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് പൂന്തുറ പള്ളിത്തെരുവിൽ നയാസിനെ നേമം പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും പോലീസിന്റെ ഭാഗത്തുണ്ടായത് വലിയ വീഴ്ച എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്ന് വിശദീകരണം തേടാനെത്തിയ മാധ്യമങ്ങളോട് അവിടുത്തെ നാട്ടുകാർ തുറന്നടിച്ചൊരു കാര്യമുണ്ടായിരുന്നു. പോലീസിനും വലിയൊരു പങ്കുണ്ട്, പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയാണ് സംഭവിച്ചത് എന്നാണ്. നാട്ടുകാർ പറഞ്ഞ കാര്യം കൃത്യമാകുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാലക്കാട് തിരുമിറ്റക്കോട് പുത്തൻപിടിയയിൽ ഷമീറ ബീവിയും നവജാത ശിശുവുമാണ് നേമം കാരയ്ക്ക മണ്ഡപത്തെ വാടക വീട്ടിൽ മരിച്ചത്. ഷമീറയ്ക്ക് അക്യുപഞ്ചർ ചികിത്സയാണ് താൻ നൽകിയത് എന്നാണ് നയാസ് പോലീസിനോട് പറഞ്ഞത്. ഇക്കാര്യം ആരോഗ്യവകുപ്പ് ഡിസംബറിൽ തന്നെ പോലീസിനെ അറിയിച്ചിരുന്നു. എന്നാൽ നടപടികളൊന്നും തന്നെ എടുത്തില്ല. SDPIയുടെ പ്രാദേശിക നേതാവായിരുന്നു ഈ നയാസ്. സംഭവ സമയത്ത് ഇയാളുടെ ആദ്യ ഭാര്യയും മകളുമാണ് ഷമീറയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്നത്. ആദ്യ ഭാര്യയുടെ മകൾ അക്യുപഞ്ചർ വിദ്യാർത്ഥിയാണ് എന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രി B. ശിവൻകുട്ടിയും ആരോഗ്യ പ്രവർത്തകരും പറഞ്ഞു. ചികിത്സ ലഭ്യമാക്കാത്തതിനെ തുടർന്നാണ് മരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതായി പോലീസ് അറിയിച്ചിട്ടുമുണ്ട്. ഇതിന് കൂട്ടുനിന്നു എന്ന് കരുതുന്ന വെഞ്ഞാറമൂട് സ്വദേശിയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്തിയിട്ടില്ല. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകും. മനഃപൂർവ്വമുള്ള കൊലയാണോ എന്ന സംശയവും പോലീസിനുണ്ട്. ആദ്യ ഭാര്യയുടെയും മകളുടെയും സാന്നിധ്യമാണ് ഇതിന് കാരണം. സാധാരണ നിലയിൽ ഇങ്ങനെ സംഭവിക്കുക അസാധ്യമാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗർഭസ്ഥ ശിശു മരിക്കാനിടയായ സാഹചര്യം സൃഷ്ടിക്കുക എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് നയാസിന്റെ അറസ്റ്റ്. എന്നാൽ മനഃപൂർവ്വമുള്ള ഗൂഢാലോചന മരണത്തിലുണ്ട് എന്നാണ് ആരോപണം. ഇതിനു വേണ്ടിയാണ് വീട് മാറ്റം എന്ന് പോലീസും വാദമുണ്ട്. മറ്റൊരു വിവാഹത്തിന് വേണ്ടിയാണ് ഇതെന്ന സൂചനയുമുണ്ട്. 8 മാസം മുൻപാണ് ഇവർ കാരയ്ക്ക മണ്ഡപത്തെ തിരുമംഗലം ലൈനിൽ വാടക വീട്ടിൽ താമസം ആരംഭിച്ചത്. ഷമീറയുടെ 4ാമത്തെ പ്രസവമാണിത്. മുൻപത്തെ 3ഉം സിസേറിയനായിരുന്നു. ഇതെല്ലാം നയാസിനും അറിയാം. അതുകൊണ്ട് തന്നെ സുഖപ്രസവം അസാധ്യമാണെന്നും തിരിച്ചറിയാവുന്നതേ ഉള്ളൂ എന്നും പിന്നെ എന്തുകൊണ്ടാണ് ഈ ക്രൂരത എന്നുമാണ് ഉയരുന്ന സംശയം. ഷമീറയ്ക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ആശാവർക്കർ പലതവണ വീട് സന്ദർശിച്ചുവെങ്കിലും ചികിത്സ ആവശ്യമില്ലെന്ന് അറിയിക്കുകയായിരുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചു പോകുമെന്ന ഭയമാണ് ഷമീറ ചികിത്സ വേണ്ടെന്ന് വെക്കാൻ കാരണമായി ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ചത്. ഷമീറയും നയാസുമായി പ്രശ്നമുണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ഇത്. ഷമീറ ഗർഭിണിയാണ് എന്ന കാര്യം വീട്ടുകാരോട് പോലും പറഞ്ഞിരുന്നില്ല. ഇതെല്ലാം സംശയം കൂട്ടുന്നുണ്ട്.